പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളുമാണെന്നുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. വ്യാപക പ്രതിഷേധമാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊല്ലുന്നത് സ്വാതന്ത്ര്യ സമരമെന്നും മതത്തിന്റെ പേര് ചോദിച്ച ശേഷം പോയിന്റ് ബ്ലാക്കിൽ വെടിയുതിർക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നുമുള്ള വിചിത്രമായ നിർവചനം തീവ്രവാദത്തിന് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ ഈ വിചിത്രവാദം. അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ്. തീവ്രവാദ കമാൻഡർമാരെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിലാണ് ഇതെല്ലാം പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നും ഇഷാഖ് ദാർ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ദാറിന്റെ പരാമർശം എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കില്ലെന്നും ദാർ പറഞ്ഞു. പാകിസ്ഥാനിലെ 240 ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. ഇതൊരു യുദ്ധത്തിന് തുല്യമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നടപടികൾ നിർത്തലാക്കി. 27-നകം പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ വിസ കാലാവധി ഏപ്രിൽ 29 വരെ മാത്രമാണ്. ഇന്ത്യൻ നടപടികൾക്ക് മറുപടിയായി പാകിസ്ഥാനും രംഗത്ത് എത്തിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയെ മാനിക്കുന്ന 1972 സിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഇതിനൊപ്പം എല്ലാ ഉഭയകക്ഷി കരാറും മരവിപ്പിച്ചു. പാക് വ്യോമമേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും വാഗ അതിർത്തി അടയ്ക്കുകയും ചെയ്തു. വാണിജ്യ ഇടപാടുകൾ മരവിപ്പിച്ചു. ഇന്ത്യൻ മിലിറ്ററി അറ്റാഷമാർ ഏപ്രിൽ 30-നുള്ളിൽ രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.